എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു സത്യത്തെക്കുറിച്ചാണ്: മരണം. കിസാഗോതമി എന്ന സ്ത്രീയുടെ ഹൃദയസ്പർശിയായ ഒരു കഥയിലൂടെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്, അല്ലേ? ഈ ഒരു ചോദ്യമാണ് കിസാഗോതമിയുടെ കഥയുടെയും കാതൽ. ദുഃഖത്തെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അവരുടെ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് കിസാഗോതമിയിൽ നിന്നാണ്. അവർക്ക് ഈ ലോകത്താകെയുണ്ടായിരുന്നത് ഒരേ ഒരു മകനാണ്. അവരുടെ ജീവന്റെ ജീവനായിരുന്നു ആ കുഞ്ഞ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ആ മകൻ മരിച്ചു. ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ദുഃഖം കൊണ്ട് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. മകന്റെ ജീവനില്ലാത്ത ശരീരവും ചേർത്തുപിടിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു മരുന്നുണ്ടോ എന്ന് തേടി അവർ നാടുനീളെ അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞുതിരിയുന്ന സമയത്താണ് അവരുടെ ആ ദയനീയമായ അവസ്ഥ കണ്ട ഒരാൾ ഒരു വഴി പറഞ്ഞുകൊടുക്കുന്നത്. അക്കാലത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായ ഗൗതമബുദ്ധന്റെ അടുത്തേക്ക് പോകാൻ. അവരോടിച്ചെന്ന് ബുദ്ധന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. തന്റെ മകനെ രക്ഷിക്കണമെന്ന് യാചിച്ചു. അവരുടെ ആ സങ്കടം കണ്ട ബുദ്ധൻ വളരെ സഹാനുഭൂതിയോടെ എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ അതിനു മുൻപ് നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. അത് കേട്ടതും കിസാഗോതമിക്ക് വലിയ ആശ്വാസമായി. എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ബുദ്ധൻ തുടർന്നു, എനിക്കൊരു പിടി കടുകുമണികൾ കൊണ്ടുവരണം. വളരെ നിസ്സാരമായൊരു കാര്യമല്ലേ? ആ അമ്മയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം വീണു. പക്ഷെ കഥ അവിടെ തീർന്നില്ല. ബുദ്ധനൊരു നിബന്ധന കൂടി വെച്ചു. ആ പ്രതീക്ഷയോടെ, ഇത് എളുപ്പത്തിൽ നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കിസാഗോതമി ആ ഗ്രാമത്തിലേക്ക് ഉടൻ തന്നെ യാത്രയായി. അങ്ങനെ അവൾ ഓരോ വീടിന്റെയും വാതിൽക്കൽ ചെന്നു മുട്ടി. ഒരു പിടി കടുക് വേണമെന്ന് പറഞ്ഞു. ആ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ സഹായിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. അവർ കടുക് കൊടുക്കാൻ നേരം കിസാഗോതമി ആ നിർണായകമായ ചോദ്യം ചോദിക്കും: ഈ വീട്ടിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവിടെയാണ് കഥ മാറുന്നത്. ഓരോ വീട്ടിൽ നിന്നും അവർ കേട്ടത് നഷ്ടങ്ങളുടെയും വേദനയുടെയും കഥകളായിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു, കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ മുത്തച്ഛൻ മരിച്ചത്. ഇത് കേട്ടതും ആ കടുക് വാങ്ങാതെ, പ്രതീക്ഷ കൈവിടാതെ അവരടുത്ത വീട്ടിലേക്ക് നടന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ കേട്ട മറുപടി ഇതായിരുന്നു: കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ മകൾ പാമ്പുകടിയേറ്റു മരിച്ചത്. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, മോളെ, ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരുണ്ട്. ഓരോ വാതിലും ഒരേ സത്യം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ആ നഗരം മുഴുവൻ കയറിയിറങ്ങി. നേരം ഇരുട്ടാൻ തുടങ്ങി. പക്ഷേ മരണം കയറിവരാത്ത ഒരൊറ്റ വീട് പോലും അവർക്ക് കണ്ടെത്താനായില്ല. അവരുടെ കയ്യിലൊരു മണി കടുകുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ശൂന്യമായ കൈകളേക്കാൾ വലുതായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിൽ തെളിഞ്ഞുവന്ന ആ വലിയ സത്യം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, മരണമെന്നത് തനിക്ക് മാത്രം സംഭവിച്ച ഒരു ദുരന്തമല്ല. അത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പൊതുവായ, ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. തന്റെ ദുഃഖം തന്റേതു മാത്രമാണെന്ന ആ സ്വാർത്ഥമായ ചിന്തയായിരുന്നു അതുവരെ അവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതിരുന്നത്. ആ പുതിയ തിരിച്ചറിവോടെ കിസാഗോതമി ബുദ്ധന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഇത്തവണ അവരുടെ കണ്ണുകളിൽ സങ്കടമായിരുന്നില്ല, മറിച്ച് ഒരുതരം ശാന്തതയായിരുന്നു. കയ്യിൽ കടുകുമണികളില്ലായിരുന്നെങ്കിലും മനസ്സിൽ ജ്ഞാനത്തിന്റെ ഒരു പുതിയ വെളിച്ചമുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ബുദ്ധന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മരണമില്ലാത്തൊരു വീടും ഈ ലോകത്തില്ല. ജനിച്ചതെല്ലാം ഒരിക്കൽ മരിക്കും. അതുകൊണ്ട് നിന്റെ ദുഃഖത്തിൽ നീ തനിച്ചല്ല. ഇത് ജീവിതത്തിന്റെ നിയമമാണ്. അവർ സ്വയം അനുഭവിച്ചറിഞ്ഞ ആ സത്യം ബുദ്ധൻ വാക്കുകളിലൂടെ ഒന്നുകൂടി ഉറപ്പിച്ചു. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. അനിത്യത. അതായത് ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല, എല്ലാം താൽക്കാലികമാണ്. രണ്ടാമത്തേത് ദുഃഖത്തിന്റെ സാർവത്രികത. വേദനയും നഷ്ടവുമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മൂന്നാമത്തേത്, അംഗീകരിക്കൽ. ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എപ്പോൾ അംഗീകരിക്കുന്നു, അപ്പോൾ മാത്രമേ നമുക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനും മുന്നോട്ടു പോകാനും സാധിക്കൂ. ഈ വലിയ സത്യം ഉൾക്കൊണ്ടതോടെ കിസാഗോതമി തന്റെ ദുഃഖത്തെ മറികടന്നു. അവർ ബുദ്ധന്റെ ശിഷ്യയായി മാറി, ഒടുവിൽ ജ്ഞാനോദയം നേടുകയും ചെയ്തു. അതായത്
തന്റെ വ്യക്തിപരമായ വേദനയെ അതിൽ തളർന്നു വീഴാതെ വലിയൊരു തിരിച്ചറിവാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. അപ്പോ കിസാഗോതമിയുടെ ഈ കഥ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നഷ്ടമെന്നത് നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിവ്. അത് നമ്മുടെ സ്വന്തം സങ്കടങ്ങളെ നേരിടാൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.